ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ്, അതായത് ഞങ്ങൾക്ക് വന്ന എക്സ്പെൻസ്, അതായത് നോർമൽ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസിന്റെ ഒരു റഫ് ഐഡിയ, അത് ഞങ്ങൾക്ക് വന്ന എക്സ്പെൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. കാരണം നമുക്ക് കുറെ കമന്റ്സ് വന്നിരുന്നു നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ വരും എന്നുള്ളൊരു ഒരു വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ലാസ്റ്റ് പറയാം. അതെ, അപ്പൊ ഓരോ പ്രാരംഭ നടപടികളുണ്ട് ഇതിന്റെ. അപ്പൊ ഫസ്റ്റ് പ്രാരംഭ നടപടികൾ രണ്ട് രീതി എടുക്കാം. ഒന്നുപോലെ നമുക്ക് ഫസ്റ്റ് IELTS പ്രിപ്പറേഷൻ നടത്താം, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുക ഏജൻസി പോയി രജിസ്റ്റർ ചെയ്യാം. ഞങ്ങൾ IELTS ഞങ്ങൾ പഠിക്കാൻ പോകുന്നതിന്റെ ഫീസ് ഞാൻ പറയുന്നില്ല, അത് പല സ്ഥലത്തും പല രീതിയാണ്, അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന IELTS ഫീസ് എത്രയാണെന്ന് ഫീസ് ഞങ്ങൾ എഴുതുന്ന സമയത്ത് 15,500 ആയിരുന്നു, ഇൻക്ലൂഡിങ് GST. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് IELTS അത് മാറ്റം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഏജൻസി പോയി ഫസ്റ്റ് നമ്മൾ ഏജൻസിയിലെ പോയി. അപ്പൊ ഏജൻസി പോയി ചില ഏജൻസികളിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവാറില്ല, പക്ഷെ സാന്റാ മോണിക്ക നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചു. അതിലൊരു കാര്യമുണ്ട്, ചില ടൈമിൽ അവരില്ല, അത് ഡിപ്പെൻഡിങ് ആണ്. ഞങ്ങൾ അന്ന് ചെയ്ത സമയത്ത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു 2,800 ആയിരുന്നു, ഇൻക്ലൂഡിങ് GST. GST ഒന്നും പറയണ്ട, ഇൻക്ലൂഡിങ് ടാക്സ്. അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാൽ. അപ്പൊ അതും ഉണ്ടായിരുന്നു. അത് ഞങ്ങള് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഇവിടെ. അതായത് ഇപ്പൊ നമ്മൾ ഓരോ കോളേജിൽ അപ്ലൈ ചെയ്താലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താലും ഒരു 100 CAD to 150 200 CAD വരെ വരാം. പിന്നെ ചില കോളേജസിലില്ല. ഫോർ എക്സാമ്പിൾ ലാംപ്ടൺ കോളേജിലില്ല. പിന്നെ 1-2 കോളേജിലുണ്ട്. എനിക്ക് ലാംപ്ടൺ മാത്രമേ അറിയാവുള്ളൂ, വേറെ നിങ്ങൾ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള കോളേജുകളിലെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് സീറ്റ് ഫില്ല ആയി. ഇപ്പോൾ ആൾക്കാർ ഒത്തിരി ആപ്ലിക്കേഷൻസ് പോകും. ഈ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും റീഫണ്ടബിൾ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ദിവസം 2 കോളേജിലാണ് കൊടുത്തത്. ഒന്ന് കോണസ്റ്റോക്ക കോളേജിലും ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെൽവെല്ലിലെ ഒരു ലോയലിസ്റ്റ് കോളേജ്. സോ എനിക്ക് ഡ്യൂലിംഗോ ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. ഒരു തവണ ഡ്യൂലിംഗോ ടെസ്റ്റിന് 4,000 വെച്ചായത്. ആദ്യത്തെ തവണ എനിക്ക് ഒരു 5 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ തവണ ഒന്നുകൂടെ എഴുതി വീണ്ടും ഒരു 4,000 കൊടുത്ത് അങ്ങനെ 8,000 രൂപയ്ക്ക് നമ്മൾ ഡ്യൂലിംഗോ സെറ്റാക്കി. പിന്നെ ഈ കോളേജസിൽ അപ്പം നമ്മളിപ്പോൾ രണ്ടിടത്ത് അപ്ലൈ ചെയ്ത് 6,800 രൂപ വെച്ച് രണ്ടിടത്ത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് 3 കോഴ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നുണ്ട്. അത് ഏജൻസികൾ പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ 3 ചോയ്സ് ആക്കാം. നിങ്ങൾക്ക് നമ്പർ 1 പ്രയോറിറ്റി ഇന്ന കോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്പർ 1 നിങ്ങൾക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്, സെക്കൻഡ് നിങ്ങൾക്ക് HRM ആണ്, അല്ലെങ്കിൽ തേർഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് സെക്യൂരിറ്റി ആണ്. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏതിലാണോ സീറ്റ് അവൈലബിലിറ്റി ഉള്ളത് ഇന്ന ഇൻടേക്കിലുള്ള അത് നിങ്ങൾക്ക് തരും. പക്ഷെ അത് മോസ്റ്റ്ലി ഏജൻസീസ് പറയണമെന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതിലും ഒറ്റ ഫീസിൽ 3 ചോയ്സ് നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളങ്ങനെ 2 എണ്ണം വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് റിജക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ അൽഗോമയിൽ വെച്ച് അവർക്കും 100 CAD ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ചിരുന്നു എന്ന് പറയലുണ്ട്. അതിൽ നമുക്ക് ലോയൽസ് കോളേജിൽ നിന്ന് ഫസ്റ്റ് വന്നതുപോലെ പ്രൊജക്ട് മാനേജ്മെന്റ് 1 ഇയർ കോഴ്സ് ആയിരുന്നു. അപ്പം നമ്മളത് ഓക്കെ എന്നുള്ള രീതിയിലിരുന്നു. അപ്പം എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഫീസിലെയും കാര്യങ്ങളിലേക്കായി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരുടെ കോളേജ് ഫീസ് വരുന്നിട്ട് നമ്മുടെ CAD-ലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് വന്നപ്പം 10,80,000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അത് അടച്ചു. പിന്നെ GIC ഉണ്ടായിരുന്നു. GIC എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ പട്ടിണി കിടക്കില്ല. അവർക്കുള്ള എക്സ്പെൻസിനുള്ള ഒരു പൈസ നമ്മൾ ആദ്യമേ കാനഡയിലേക്ക് അയച്ചിടണം. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു അക്കൗണ്ടിലേക്ക് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് ഇടണം. അതാണ് GIC എന്ന് പറഞ്ഞത്. അപ്പോൾ GIC എപ്പോഴും സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയക്കണം. അതെനിക്കറിയാം, ഏജൻസിക്കാർ പറയാറുണ്ട് നമ്മൾ എപ്പോഴും സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയക്കണം GIC. പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്കൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഫീസ് ഒറ്റ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് വരുമായിരുന്നു. അന്ന് ഞങ്ങളപ്പോൾ 7 lakhs above ആയിരുന്നെങ്കിൽ ടാക്സ് വരുമായിരുന്നു. അപ്പം ഞാൻ പകുതി എൻ്റെ നിന്നും പകുതി ചിക്കുവിൻ്റെ പപ്പയുടെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചത്. പക്ഷേ ആ റൂൾ ഇപ്പം മാറ്റിയിട്ടുണ്ട്, അതിപ്പോൾ റിവോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്. ഇപ്പം നിങ്ങൾ 1 രൂപ അയച്ചാൽ അതിന് ടാക്സ് വരും. സന്തോഷമായിട്ടുള്ള കാര്യം. നമുക്ക് അന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 6,20,000 6,20,000 രൂപയായിരുന്നു GIC. അപ്പോൾ മൊത്തം അങ്ങനെ ഒരു 17 ലക്ഷം രൂപ നമുക്ക് ഫീസും ഫസ്റ്റ് ഇയർ ഫീസും
പിന്നെ GIC ആയി. കാരണം ഇവിടെ എല്ലാ കോളേജസിലും ഫസ്റ്റ് ഇയർ മൊത്തം ഫീസ് നമ്മൾ കൊടുക്കണം. അതായത് 2 സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കണം. 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ വന്നിട്ട് സെമസ്റ്റർ വൈസ് ആയിട്ട് അടച്ചാൽ മതിയാവും. പിന്നെ വന്നിട്ട് അതോടൊപ്പം തന്നെ GIC പോലെ സ്പൗസിനും കുട്ടിക്കും ആയിട്ടുള്ള നമ്മൾ കാണിക്കേണ്ട ഷോമണി ആയിട്ട് കാണിക്കണം. അതായത് 4ഉം 7 മിനിമം 5 and 2 ആയിരുന്നു. അതായത് സ്പൗസിന് 5 lakhs കുട്ടിക്ക് 2 lakhs. ഞങ്ങൾ 8 lakhs ആയിരുന്നു ടോട്ടൽ കാണിച്ചത് അക്കൗണ്ടിൽ. അത് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് വിഡ്രോ ചെയ്യാം. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മണി ഷോമണി ആയിട്ട് കാണിച്ചു. എന്നിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു. ആസ്തി എന്താന്ന് കാണിക്കാനായിട്ട് CA വാല്യുവേഷൻ ചെയ്യണം. അത് ഹസ്ബൻഡിന്റെയും കാണിക്കണം, സ്റ്റുഡന്റിന്റെയും കാണിക്കണം. സ്പൗസിന്റെയും കാണിക്കണം, സ്റ്റുഡന്റിന്റെയും കാണിക്കണം. അത് ഞങ്ങൾ ചെയ്തതിന് ഒരാൾക്ക് 3,500 ആയിരുന്നു ആയത്. അത് പല CA-ക്കാർ ചെയ്യുന്ന പല റേറ്റ് ആണ്, ഡിപ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് ചെയ്തിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഞങ്ങൾ എടുത്തത് കിംസ് ഹോസ്പിറ്റലാണ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. 2 ഓപ്ഷൻസ് ഉണ്ട്. either നമുക്ക് അവരെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി വെബ്സൈറ്റ് കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി എന്താ പറയാ 7,000 വെച്ചിട്ടില്ലേ, ഒരാൾക്ക് 7,500 വെച്ച്, പിന്നെ കൊച്ചിന് 3,000 രൂപ വെച്ച്. 3,000 രൂപ. നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ഒന്നും ഈ കൂടുതൽ കാണിക്കുന്നില്ല. അത് ഓരോരുത്തർ ട്രാവൽ ചെയ്യുന്ന രീതി വ്യത്യാസം ആയതുകൊണ്ട് അവരുടെ പല എക്സ്പെൻസ് ആയിരിക്കും. ഇപ്പൊ മെഡിക്കൽ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത വരുന്ന നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ ഫീസ് ആണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ 43,250 rupees ആണ് ആയത്. പ്ലസ് എനിക്കും ജോഡാപ്പിക്കും അവർക്ക് സർവീസ് ചാർജ് ഉണ്ട്. നമ്മുടെ സാന്റാമോണിക്ക ഏജൻസി ആയിരുന്നു, അവർക്ക് സർവീസ് ചാർജ് ഉണ്ട്. ഞങ്ങൾ അന്ന് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റിന് ഫ്രീ ആയിരിക്കും, കാരണം അത് കമ്മീഷൻ കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്ത സമയത്ത് ഞങ്ങളുടെ 2 പേർക്കും കൂടി 12,000 പ്ലസ് 24,000 വന്നു ടോട്ടൽ. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ 4 to 5 ഡേയ്സിനുള്ളിലായിരിക്കും നമ്മുടെ ബയോമെട്രിക്സ്. ഞങ്ങൾ ബയോമെട്രിക്സ് എടുത്തത് ചെന്നൈയിലായിരുന്നു. ബാംഗ്ലൂർക്ക് ഓപ്ഷൻസ് പല ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ചെന്നൈ എടുത്തു എന്ന് മാത്രം. അവിടെ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഇൻ കേസ് നിങ്ങൾ VIP അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു VIP എന്ന് പറഞ്ഞ ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സോഫ ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ജ്യൂസും കിട്ടുമെന്ന് തോന്നുന്നു. അതിനൊരു 3,500 ഒരാൾ കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യം തോന്നിയില്ല. പിന്നെ അതെ, ബയോമെട്രിക്സ് മെഡിക്കലിന്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മെഡിക്കൽ 1 year വാലിഡിറ്റി ആണ്. ബയോമെട്രിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 10 year 10 കൊല്ലത്തെ വാലിഡിറ്റി ആണ്. ആ സ്റ്റിക്കറിന്റെ ഒട്ടിക്കുക അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിക്കുമ്പോൾ ഡീറ്റെയിൽസ് വരും. അപ്പൊ അതായത് നമ്മൾ മെഡിക്കൽ കഴിഞ്ഞ് നമ്മൾ കാനഡയിൽ വരുന്ന കാല് കുത്തുന്ന ദിവസം നമ്മുടെ മെഡിക്കൽ വാലിഡ് ആയിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് റിഫ്യൂസൽ വന്നിരുന്നു പറഞ്ഞു. റിഫ്യൂസൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റീഫണ്ടിന് വേണ്ടിയിട്ട് കോളേജിൽ അപ്ലൈ ചെയ്തു. റീഫണ്ട് എന്തിനാ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ആ കോളേജിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് വെച്ചു. പകരം ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ മാറ്റാന്ന് വെച്ചുകൊണ്ട് ഡിസൈഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ റീഫണ്ട് അപേക്ഷിച്ചത്. ഇൻ കേസ് നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ നമുക്ക് റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഡിഫറൻറ്റിൽ എടുത്താൽ മതി. അതായത് ജനുവരിക്ക് പകരം സെപ്റ്റംബറോ അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ആ കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ സെയിം കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, റീഫണ്ടിന് അപ്ലൈ ചെയ്തു. നമുക്ക് റീഫണ്ട് 10,80,000 രൂപയാണ് കൊടുത്തെന്ന് പറഞ്ഞു. അതിൽ നിന്ന് 40,000 രൂപ കട്ട് ചെയ്തിട്ട് അവരുടെ കട്ടിങ് അല്ല, ഫ്ലൈവെയറിന്റെയും കുറച്ച് ചാർജസ് വരും. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഒരു $100 ആയതുകൊണ്ട് കട്ട് ചെയ്യും അതിൽ നിന്ന് ഈ കോളേജുകാർ. പിന്നെ ഈ കൺവേർഷൻ റേറ്റും തിരിച്ചിങ്ങോട്ട് അയക്കുന്നതിന്റെ ചാർജസ് എല്ലാം കൂടി നമ്മുടെ തന്നെയാണ് പിടിക്കുന്നത്. അങ്ങനെ ഒരു 40,000 രൂപ നമുക്ക് കുറവ് വന്നു. അപ്പോൾ 10,40,000 ആണ് നമുക്ക് തിരിച്ചു വന്നുള്ളൂ. പിന്നെ ആദ്യം അപ്ലൈ ചെയ്ത വിസ ഫീസ് അത് പോയി. അപ്പോൾ അങ്ങനെ ആ ഞാൻ പറയാം 40യും 43,250 ആ പൈസ അങ്ങനെ തന്നെ ഒരു 50,000 രൂപ നമ്മൾ ചുമ്മാ കുളത്തിൽ കളഞ്ഞു. റിഫ്യൂസിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് റിഫ്യൂസിൽ വരാണ്ട് നോക്കുക. റിഫ്യൂസിൽ വന്നാൽ നമുക്ക് മണി നഷ്ടമാണ്, എല്ലാം കൊണ്ട് നഷ്ടമായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞ അതിൽ വീണ്ടും എന്താ പറയാ ഞാൻ അക്കാദമിക് IELTS എഴുതി. അതിന്റെ പറഞ്ഞ മറ്റേ പറയുന്നില്ല 50,500. ഇതുപോലെ തന്നെ എക്സാം ഫീസ് വന്നു. പിന്നെ $100 CAD വെച്ചിട്ട് നമ്മളൊരു കോളേജിൽ അൽഗോമ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ എന്റെ പ്രസന്റ് കോളേജിൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ മെഡിക്കൽ വാലിഡിറ്റി തീരാറായിരുന്നു. അതിന് മുന്നേ അതിന്റെ ഫീസും കാര്യങ്ങളും പറയാം. ഈ അൽഗോമ യൂണിവേഴ്സിറ്റിയിലെ ഫീസാണ് ഇനി പറയാൻ പോകുന്നത്. അൽഗോമയുടെ ഫീസ് എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ സാധാരണ കോളേജസിനെക്കാട്ടും കുറച്ചും കൂടി ഫീസ് കൂടുതലാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്കോളർഷിപ്പും കിട്ടി. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കിട്ടുമെന്നാണ് യൂണിവേഴ്സിറ്റി. 3,000 വെച്ച് ഒരു ഇയറിൽ നമുക്ക് സ്കോളർഷിപ്പും കിട്ടി കോളേജിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഇതിന്റെ ഇത് തന്നെയാണ് വന്നത്. ചെറിയ വ്യത്യാസം കുറച്ച് വ്യത്യാസം വന്നു. പക്ഷെ അന്ന് നമ്മൾ അയക്കുന്ന സമയത്ത് റേറ്റ് കൂടി പോയായിരുന്നു. CAD വന്നത് 18,514 CAD ആയിരുന്നു. അത് വന്നിട്ട് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 11,60,000 rupees ആയിരുന്നു. അത്
അപ്പം അത്ര അപ്പം നമുക്ക് എന്താ പ്ലസ് നമുക്ക് അയച്ച സമയത്ത് ഒരു കൊല്ലത്തിന്റെ എന്തോ ടാക്സ് അയച്ചതിന് കുറച്ച് കൂടുതൽ വന്നാലും 7,500 രൂപ കൂടുതൽ ടാക്സ് ആയിട്ടും കൂടി വന്നു. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പം അന്ന് റിജോഷൻ്റെ അയച്ചില്ല, എൻ്റെ പപ്പയുടെ എൻ്റെ മമ്മിയുടെ മാത്രമാണ് അയച്ചത്. കാരണം ഞാനാണ് സ്റ്റുഡൻ്റ് എങ്കിൽ എൻ്റെ പേരൻസ്, എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ ഹസ്ബൻഡ്, അതായത് വേറെ ആരുടെയും നമുക്ക് ഫീസ് അയക്കാൻ പറ്റത്തില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമുക്ക് വേറെ സോഴ്സ്. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ അയച്ചു, പിന്നെ എക്സ്ട്രാ മദറിൻ്റെ അയച്ചത്. അപ്പം ഫാദറിന്റെ രണ്ടാമത് അയച്ചതുകൊണ്ട് ഒരു 7,000 രൂപീസ് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട വന്നു. പിന്നെ GST നമ്മൾ വിഡ്രോ ചെയ്തില്ലായിരുന്നു, GST ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. അത് കാരണം ആ GST കടന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഏകദേശം 2 കൊല്ലം നമ്മുടെ ഒരു 6 lakh rupees ചുമ്മാ ഇവിടെ ബ്ലോക്ക് ആയി കടന്നു എന്ന് മാത്രം. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് റിഫ്യൂസൽ വരാൻ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, കേപ്സ് നോട്ട്. കേപ്സിന് കൊടുത്തു. കേപ്സിന് നമുക്ക് 1,490 ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ അതിന്റെ എമൗണ്ട് പറഞ്ഞില്ലായിരുന്നു. 1,490 രൂപയാണ് കേപ്സ് നോട്ട്. അതെല്ലാവരും റിഫ്യൂസൽ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എടുക്കുക, നല്ലതായിരിക്കും. SOP നമ്മള് എന്താ പറയാ, ആദ്യത്തെ തവണ നമ്മൾ സ്വയം എഴുതിയതായിരുന്നു. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, അടിപൊളിയാന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഞങ്ങൾ തന്നെ വായിച്ചിട്ട് കൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം. പക്ഷെ അത് ഇനി നമ്മൾ രണ്ടാമത് ഇപ്പൊ എന്റെ IELTS പഠിപ്പിച്ച സാറുണ്ട്, പുള്ളി SOP എക്സ്പെർട്ട് ആണ്. അപ്പൊ പുള്ളിനെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചു. ചുമ്മയൊന്നുമല്ല, 9,500 രൂപ പുള്ളി കൊടുക്കേണ്ടേ വന്നു. നല്ല കത്തിയായിരുന്നു, നല്ല വായിച്ചാൽ എനിക്ക് ഒരു വിസ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തേനെ. ആ ഒരു രീതിയിലാണ് എഴുതി. കാരണം പുള്ളി എന്റെ ഫുൾ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം അരിച്ചു പറക്കി. ഞാൻ പോലും അങ്ങനെ നോക്കിയിട്ടുണ്ടായില്ല. ഈവൻ ഞാൻ ആ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ്, അതായത് ഒരു സബ്ജക്ട് വരെ പുള്ളി കണ്ടെത്തി. അത് വെച്ച് പിന്നെ എന്റെ എക്സ്പീരിയൻസ് പുള്ളി എലാബറേറ്റ് ചെയ്ത് സൂപ്പറാക്കി. ഇതിന്റെ ഒപ്പം തന്നെ SOP അവർ എഴുതി തന്നെങ്കിൽ നമുക്ക് വേറെ ഈ സ്പൗസ് ഒക്കെ കൂടെ വന്ന് അവര് സപ്പോർട്ടിംഗ് ലെറ്റർ അത് പുള്ളി എഴുതി തരില്ല, അത് നമ്മൾ തന്നെ എഴുതി. അത് ഞങ്ങള് സപ്പോർട്ടിംഗ് ലെറ്റർ മീൻസ് എന്തിനാണ് എന്റെ സ്പൗസും കുട്ടിയും എന്റെ കൂടെ ക്യാനിലേക്ക് വരുന്നത് അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനും എക്സ്പ്ലെയിൻ ചെയ്യണം. കൊച്ചു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെ പിന്നെ രണ്ടാമത് നമുക്ക് വീണ്ടും മെഡിക്കൽ എടുക്കേണ്ടി വന്നു. ആദ്യത്തെ പോലെ തന്നെ 7,500 വെച്ച് എനിക്കും ചിക്കുവിനും പിന്നെ 3,000 കൊച്ചിനും. അതിനുശേഷം രണ്ടാമത് വിസ അപ്ലൈ ചെയ്ത സമയത്ത് 32,900 ആയുള്ളൂ. എന്തുകൊണ്ടാണ് ചാർജ് കുറഞ്ഞെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ആദ്യം ബയോമെട്രിക്സിന്റെ ചാർജ് ഉണ്ടായിരുന്നല്ലോ, രണ്ടാമത് ആ ബയോമെട്രിക്സ് ചാർജ് വരുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് വന്നപ്പോൾ 10,000 രൂപ കുറവ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇത്രയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി. ഇനി എന്താ, അത് കഴിഞ്ഞ് നമുക്ക് PPR വരും. PPR വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്തൊരു എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമുക്ക് പാസ്പോർട്ട് അയക്കാൻ കൊറിയർ ചാർജ് 2-way കൊറിയർ ഉണ്ട്. അതിന് ഞങ്ങൾക്ക് ടോട്ടൽ 3 പേർ കൂടി അറൗണ്ട് ഒരു 6,000 rupees അടുത്താണ് വന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ 1,500 to 2,000 ഇടയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ടിക്കറ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗിന്റെ എക്സ്പെൻസ് ഒന്നും ഇതിൽ പറയുന്നില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തൊക്കെ സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്, എന്തൊക്കെ ആവശ്യമുണ്ട്, മേ ഓർ മേ നോട്ട് ബി മസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടോട്ടൽ വന്ന എത്രയായിരുന്നു എക്സ്പെൻസ്? 2,75,000 ആണ് ഫ്ലൈറ്റ് ചാർജ് വന്നത്. ഫ്ലൈറ്റ് ചാർജ് 2,75,000 rupees ആയിരുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,70,000 ചില്ലറയാണ്. അത് ഞങ്ങൾ കൂട്ടിയാൽ ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അപ്പൊ 22,70,000 സംതിങ് ആണ് നമുക്ക് ടോട്ടൽ. അറൗണ്ട് 23 നമുക്ക് 23 കൂടുതലാണ് നമ്മൾ ഷോപ്പിംഗ് കണക്ക് കൂട്ടുന്നത്, പക്ഷെ അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് വന്ന എക്സ്പെൻസ്. പിന്നെ അടുത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാണ്ടിരിക്കാം, പക്ഷെ നമ്മൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാശുണ്ടെങ്കിൽ, ഞങ്ങളോടല്ല, ഞങ്ങൾ അറിയാവുന്ന ഒരു ഗ്രൂപ്പില് ഒരു കപ്പിളിനോട് ചോദിച്ചാണ്, നിങ്ങൾക്ക് ഇത്രയും കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സൂക്ഷിച്ച് ജീവിക്കാൻ മേലെ എന്ന്. നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ആ ഒരു ആഗ്രഹം, നമുക്ക് പൈസ നമുക്ക് വരും പോകും, കാരണം നമുക്ക് പൈസ നമുക്ക് വേണമെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ലോൺ എടുത്താണോ പോയെന്ന് ചോദിച്ചു. നമ്മൾ ലോൺ എടുത്തിട്ടല്ലാട്ടോ പോയത്. നമ്മുടെ ഫാമിലി, ചിക്കുവിന്റെ പാരന്റ്സും എന്റെ പാരന്റ്സും എന്റെ ഗ്രാൻഡ് ഫാദറും നമ്മളെല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങളുടെ സേവിങ്സും അതൊക്കെയും കൂടി ചേർത്തിട്ടാണ് ഞങ്ങള് വന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ വന്നത്. അതെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക, ഡൗട്ട്സ് ചോദിക്കുക. എനിക്ക് അറിയാമോ, ഞങ്ങളുടെ അറിവിന്റെ പരിധിയിലുള്ളതാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ. ക്യൂനയുടെ കാര്യം പറയാനുണ്ട്. ഒരു കാര്യം, സോറി, വിട്ടുപോയി. ഞങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ കാനഡയിലേക്ക് വന്നതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു പോസ്റ്റ് അതിന്റെ താഴെ നിങ്ങൾ
കമന്റ് ഇടുക. അപ്പോൾ നമുക്കൊരു Q&A പോലെ നടത്താം. കാനഡയിലേക്ക് വന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ല, അത് ഞങ്ങൾ പണ്ടൊരു Q&A നടത്തിയതാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നമ്മളോട് ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ഐഡി ഇവിടെയും കിട്ടേക്കാം. നമ്മൾ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us. ബൈ. ഇത്രയൊക്കെയാണ് നമ്മുടെ ചിലവെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. കുറെ പേര് നമ്മൾക്ക് ആദ്യം പറഞ്ഞ പോലെ കമന്റ് അത് വെച്ച് നമുക്ക് നമ്മുടെ SOP സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ അടുത്ത SOP നമ്മൾ SOP